നമസ്കാരം. മഞ്ചേരിയിലെ മാവേലി സ്റ്റോർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എവിടെയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ചന്തക്കുന്നായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാവേലി സ്റ്റോർ അടച്ചുപൂട്ടി. എവിടെ തുടങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ബന്ധപ്പെട്ടവരാണെങ്കിൽ അത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ മാവേലി സ്റ്റോർ അടച്ചുപൂട്ടി. നമുക്കറിയാം മാവേലി സ്റ്റോർ എന്താണെന്നുള്ളത്. സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നീണ്ട ക്യൂ അവിടെ കാണും. കാരണം സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായത് തന്നെയാണ് മാവേലി സ്റ്റോർ. കാരണം നമുക്ക് പുറത്തും മാവേലി സ്റ്റോറിലൊക്കെ നല്ലൊരു വിലക്ക് തന്നെ മാറ്റങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു മാവേലി സ്റ്റോർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൂട്ടുന്നു. എവിടെയാണിത് തുറക്കുന്നത് ആർക്കും അറിയില്ല. ബന്ധപ്പെട്ട ആളുകൾ പല സ്ഥലങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ കെട്ടിടത്തിൻ്റെ മുകളിൽ IGPT ഭാഗം അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് പ്രായമായ ആളുകൾ വരും, അവർക്ക് കയറുക എന്നുള്ളത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടേക്കുള്ള സാധനങ്ങൾ കയറ്റുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എവിടെയൊന്ന് പറഞ്ഞു, അതും പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ കേരള കോൺഗ്രസ് എനിക്ക് പറയാനുള്ളത്, മഞ്ചേരി ടൗണിൽ തന്നെ ഈ മാവേലി സ്റ്റോർ കൊണ്ടുവരണം. ഇത് സാധാരണക്കാരൻ്റെ വിഷയമാണ്. സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെ വരുന്നത്. സബ്സിഡി നിരക്കിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോടുകൂടി പോകുന്ന കാലം. കാരണം ഒരു ദിവസം തന്നെ നമുക്ക് തള്ളി നീക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സബ്സിഡി കേന്ദ്രമായ മാവേലി സ്റ്റോറൊക്കെ ഒരൊറ്റ സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടിയാൽ എന്താ സ്ഥിതി? അപ്പോൾ ഇത് സാധാരണക്കാരുടെ വിഷയമാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യമാണ്. സാധാരണക്കാരായ ജനങ്ങൾ അവിടെ നമ്മൾ മഞ്ചേരിയിൽ ഇപ്പോൾ നമ്മളെ കയ്യിൽ പോകുന്നതാ. നീണ്ട ക്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് മാവേലിയിലൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ നല്ല കച്ചവടങ്ങളാണ്. കാരണം ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ, കാരണം ഇവിടെ വില വർധനവ് നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള ഈ സമയത്ത് ഈ മാവേലി സ്റ്റോറൊക്കെ ഇങ്ങനെ അടച്ചാൽ ശരിയായ രീതിയല്ല. അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ മഞ്ചേരി ടൗണിൽ തന്നെ മാവേലി സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കണം. അത് നഷ്ടപ്പെടുത്തരുത്. നമുക്ക് ജനങ്ങളെ, സാധാരണക്കാരൻ്റെ ആവശ്യമായ ഈ മാവേലി സ്റ്റോറിനെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളാരും ഇതൊന്നും അറിയില്ല, ഞങ്ങളാരും ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയാകരുത്. സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. ആ സാധാരണക്കാരൻ എത്തുന്ന കേന്ദ്രമാണ്. സബ്സിഡി നിരക്കിൽ സാധാരണക്കാരൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ്. അത് വിശേഷ ദിവസങ്ങളിൽ, കാരണം നമുക്ക് ഒരുപാട് ചെലവുകൾ വരുന്ന സമയത്ത് നമുക്ക് അരിക്കൊക്കെ നല്ല സബ്സിഡിയാണ്. അപ്പം അങ്ങനെയുള്ള ഈ മാവേലി സ്റ്റോർ അടച്ചുപൂട്ടി എവിടെ തുറക്കുമെന്നുള്ളത് ബന്ധപ്പെട്ട ആരും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ ചില ബന്ധപ്പെട്ട ആളുകൾ കൊടുത്ത സ്ഥലങ്ങളും ശരിയായിട്ടില്ല. അപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാവേലി സ്റ്റോർ മഞ്ചേരി ടൗണിൽ തന്നെ, ദൂരം വിട്ട് പോയിട്ട് കാര്യമില്ല. കാരണം മറ്റു വാഹനങ്ങൾ ആശ്രയിച്ച് അവിടേക്ക് എത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ മഞ്ചേരി ടൗണിൽ തന്നെ ഈ മാവേലി സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കണം. അതിന് ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിക്ക് പറയാനുള്ളത്.